ഹലോ വെൽക്കം ബാക്ക് ടു സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ പുതിയ ഫോൺ വിവോ X300 പ്രോയിലാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റ് ടൈം വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് മുമ്പത്തെ വീഡിയോസിനെക്കാട്ടി അടിപൊളിയാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ബേബിയുടെ 40 ആക്ച്വലി 40+2 ആണ്. വെള്ളിയാഴ്ച നടത്തേണ്ടത് പ്രോഗ്രാം ആയിരുന്നു, പക്ഷെ നമ്മളത് മഴ കയറണ്ട് ലേറ്റ് ആയി പോയി. ഇന്നലെ നമ്മൾ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് തന്നെ നടത്തേണ്ടത്. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇത് ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. നല്ലോണം ചോത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ 40-ന്റെ കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഫുഡിന്റെ പ്രിപ്പറേഷനും അതൊക്കെ, പിന്നെ ആ ഒരു വ്ളോഗും കൂടി ആയിട്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് 40-ന്റെ തലേ ദിവസം മൈലാഞ്ചി ഇടണ പരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ എനിക്ക് ഇടാൻ പറ്റുന്ന പോലെ ഒരു കയ്യിൽ 2 സൈഡിലായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേ ദിവസം ഗോൾഡ് എടുക്കാൻ പോയൊക്കെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രാത്രി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബേബീസ് കരയണേന് മുന്നേ ആയിട്ടും ഇടണമല്ലോ. അപ്പം ഞാൻ വേഗം 2 സൈഡിലും അങ്ങനെ ഇട്ടതാണ്. അല്ലെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഇക്കുനെ കൊണ്ട് മറ്റേ കയ്യിലും കൂടി ഇടിപ്പിക്കായിരുന്നു. പിന്നെ ടൈമും ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികൾ കരയുകയും ചെയ്യും, ഉറങ്ങണ ടൈമായില്ലേ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് മൈലാഞ്ചി ഇട്ടത് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് കാണാം. രാവിലെ എണീറ്റപ്പോൾ തന്നെ പരിപാടിയില്ല. ബേബി നേരത്തെ നീറ്റാ. അതിനോ അങ്ങനെ പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എഗ് സാൻഡ്വിച്ച് ആയിരുന്നു. അതിന് ശേഷം ഉച്ചക്കൽക്ക് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയും ബീഫ് റോസ്റ്റും ആണ് കേട്ടോ. അപ്പം അതേ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണിയുടെ മസാല പ്രിപ്പറേഷനിലാണ്. അതുപോലെ ദമ്മിടൽ പരിപാടി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചെറിയ ചെറിയ ഷോർട്ട്സ് ആയിട്ട് ഞാനിങ്ങനെ എടുത്തതാണ് കേട്ടോ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ. പിന്നെ ഈ ഒരു 40-ന്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് അളിയനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അളിയൻ 3 ടൈപ്പിലുള്ള പ്രിൻ്റ് ഔട്ട് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് രണ്ടാമത്തത്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ഫൈനൽ വൺ. ഇതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഫോട്ടോസ് അയച്ചു തന്നപ്പോൾ. അപ്പം ഞാൻ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുത്തപ്പോഴും ഇതാണ് ഭംഗിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഇത് തന്നെ ഒട്ടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇതിൽ ഒക്കെ സെറ്റാക്കണ പണിയിലാണ് കേട്ടോ. അപ്പോൾ ഇക്കു എവിടെയെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. ഇക്കുവിനാണെന്നുണ്ടെങ്കിൽ അന്ന് ലീവായിരുന്നു, പക്ഷേ ഓഫീസിൽ നിന്ന് കോള് വന്നിട്ട് ഒരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയേക്കണ്ട. ആ ഒരു ടൈമിൽ പിന്നെ ഞാൻ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്യാണ്. പിന്നെ ഇതേ അയിൻ ബേബി ഞാൻ ഉമ്മ കുളിപ്പിച്ചിട്ട് ഇതേ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിയാമു വന്നിട്ടുണ്ട്. അപ്പോൾ ചിയാമും ഏകദേശം നമ്മൾക്ക് മാച്ചിങ് ആയിട്ട് ഒരു ഗ്രീൻ കളർ ഡ്രസ്സായിരുന്നു കേട്ടോ. പിന്നെ ഇതേ മാമ നേരത്തോടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് എത്തിയിട്ടാ. ചിതു, ആദി, അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന്. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ വിചാരിച്ച് പുറത്തിറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര പോസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ച് വീഡിയോസ് അങ്ങനെ കാണാം. നമ്മളങ്ങനെ വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ അതേ താത്ത ഇവിടെ എത്തിയിട്ടുണ്ട് ഗിഫ്റ്റൊക്കെ ആയിട്ട്. ഇത്
നമ്മളിതേ ബാക്കിൽ കാണുന്ന ആ ഒരു സിമ്പിൾ ഡെക്കറേഷൻ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രിന്റ് ഔട്ട് ഒട്ടിച്ച് പിന്നെ ജസ്റ്റ് ഒരു 3-4 ബലൂൺ വെച്ച് കെട്ടിയിട്ട് അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ടേബിളിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അധികം ആൾക്കാരൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ ഫാമിലിയിലുള്ള കുറച്ച് പേര് മാത്രം കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു 40 സെലിബ്രേറ്റ് ആക്കണം. അപ്പോൾ അളിയനൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അയിൻ ബേബിനെ വെച്ചിട്ട് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അയിനൂന് ഒറ്റയ്ക്കുള്ള കുറച്ച് ഫോട്ടോസും അങ്ങനെയൊക്കെ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ഗ്രീൻ കളർ തീമിലാണ് കേട്ടോ ഡ്രസ്സിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റുവാക്ക് മാത്രമാണ് ഡ്രസ്സ് ഇല്ലാണ്ടിരുന്നത്. അത് നമ്മൾ വാങ്ങിച്ച് സെറ്റാക്കി അങ്ങനെ നമ്മൾ 4 പേരും ഗ്രീൻ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. Smile please. Dum dum dum. Dum dum dum. Modogi. Avadi. Rua. Ready. Ciam. Selfie എടുക്കും. ഇനിയും ഒരു 4 മക്കളെ പ്രസവിക്കാൻ ആരാ തന്നേക്കണ തേങ്ങ? അങ്ങനെ പിന്നെ എല്ലാവരും ഒന്നിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു ചിരട് കെട്ടലും സ്വർണ്ണിടലും സംഭവങ്ങളൊക്കെ ചെയ്യാം. അതിനുശേഷം പിന്നെ ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ ഇതേ ആദ്യം നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ചിരട് കെട്ടി കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇടിവള റുവാ ചേമങ്ങുള്ളി ഇപ്പോൾ അങ്ങനെ നമ്മൾ സ്വർണ്ണടൽ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ ഫുഡിൻ്റെ ദമ്മ് പൊട്ടിക്കലും പിന്നെ അത് വിളമ്പലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ കുറച്ച് ഭാഗങ്ങൾ കാണാം.
കഴിച്ച് കഴിഞ്ഞിട്ട് കുടിക്കാൻ ഇതേ നല്ല അടിപൊളി സേമിയ പായസം ഉണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അയിൻ ബേബിക്ക് കൊടുക്കുന്ന ഈ ഒരു ഗിഫ്റ്റ് താത്തയും അളിയനും കൂടിയിട്ട് പോയിട്ടാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ചിയാമും ചീതും അവർ നമ്മളെപ്പോലെ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു എന്താണ് സാധനം എന്ന് കാണാൻ വേണ്ടിയിട്ട്. പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമുക്ക് അൺബോക്സിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ നമ്മൾ ആ ഒരു പെട്ടി അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ അതിന്മേൽ എഴുതിയിട്ടുണ്ട് ബേബി ഫിറ്റ്നസ് റാക്ക് ആൻഡ് വോക്കർന്ന്. വോക്കർ ഐറ്റം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാനുള്ള കുഞ്ഞി ഐറ്റംസും പിയാനോ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണാം. That's big. ആ ഷീറ്റിന്റെ കളർ നോക്കിയൊക്കെ അതിലാണ് ഞാൻ എക്സൈറ്റഡ്. ബ്ലൂ തന്നെയല്ലേ? Yes. Space. പിങ്ക് ആവും. പിങ്ക് ഉണ്ടായിരുന്നു. അല്ല അവിടെ സൈഡിൽ ആ സൈഡിൽ പിങ്ക് ഉണ്ട്. നോക്കട്ടെ കാണിച്ചെന്നാ എന്തൊക്കെയുണ്ട് എന്റെ ഫീച്ചേഴ്സ് പറഞ്ഞാട്ടെ. ഫസ്റ്റ് നമുക്ക് ഇത് വോക്കറായിട്ട് യൂസ് ചെയ്യാം. ആ പിന്നെ അതെന്തൊക്കെ ഇടുന്നിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. ഇതുണ്ട് കളിക്കാൻ, ഇവിടെ ഉണ്ട് കളിക്കാൻ. പിന്നെ മുകളിൽ ഇത് ബാറ്ററി ഇട്ടാ സൗണ്ട് ചെയ്യും. ഇപ്പൊ ബാറ്ററി ഇട്ടിട്ടില്ല. ഓക്കെ. പിയാനോ. പിന്നെ ബാക്കില് കുറച്ച് വെറുതെ കളിക്കാൻ. ഓക്കെ. ചിലപ്പോ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനാണെങ്കിലോ? ചെലപ്പോ ഇവിടെ ഗിയർ ഇത് പിടിച്ചിട്ട് വോക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ടയറൊക്കെ ഉണ്ട്. ഇത് ഫുൾ ഫിക്സ് ചെയ്തത് ചിതുവാണ് കേട്ടോ. ചിതുവാണ് ഇതിൻ്റെ ഫിക്സ് ചെയ്ത ആള്. ചിതു ഭയങ്കര ലേക്കോ ലവറാണ്. ചിതുവിന് ഇതൊക്കെ സിമ്പിൾ ഈസി 2 minutes വർക്ക് മാത്രമേ ഉള്ളൂ. ചിയാമു നമ്മളൊപ്പം ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ചിയാമു എല്ലാ സാധനങ്ങളും എടുത്തു തരാനൊക്കെ ചെയ്യാമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മാമ വരുമ്പോൾ ചിപ്സും ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അതെല്ലാം കുടിക്കുകയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ റുവ ബേബി നല്ല ഉറക്കത്തിലിരുന്നു. അപ്പോൾ അവൾ ഈ ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അയിൻ ബേബിനെക്കാട്ടിയും ഭയങ്കര ഹാപ്പിയും അതുപോലെ അവൾക്കായിരിക്കും ഈ ഒരു ഗിഫ്റ്റ് യൂസ്ഫുൾ ആവാന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ബാറ്ററി ഒക്കെ ഇട്ടതിന് ശേഷം കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാറ്ററി ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ ഇതേ ചിയാമും ചിതും റുവ ബേബിയും കൂടിയിട്ട് അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ അയിൻ ബേബിയുടെ 40ൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.